ഹലോ. അപ്പോൾ ഇന്ന് ഒരു ഹാഫ് ഡേ ഇൻ മൈ ലൈഫ് കാണിക്കാമെന്ന് വിചാരിച്ചു കേട്ടോ. ഇന്ന് സൺഡേ കൂടെ ആണല്ലോ, അപ്പോൾ അതുകൊണ്ട് നമ്മൾ പുറത്തേക്കൊക്കെ പോകുന്നുണ്ടായിരുന്നു. അപ്പോൾ ഫുഡൊക്കെ കഴിച്ചിട്ട് പോകാമെന്നായിരുന്നു വിചാരിച്ചത്. അപ്പോൾ നല്ല ബീഫിൻ്റെ കറിയും പിന്നെ അതുപോലെ തന്നെ നെയ്ച്ചോറും ഉണ്ടായിരുന്നു കേസ്. അതൊക്കെ കഴിച്ചിട്ടായിരുന്നു നമ്മൾ പോയിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ അത് കഴിഞ്ഞത് തന്നെ നമ്മൾ ഇറങ്ങി. എന്നിട്ട് പിന്നെ പെട്രോൾ അടിക്കാതെ വണ്ടി പോകില്ലല്ലോ, അപ്പോൾ പമ്പിലൊക്കെ പോയി പെട്രോളൊക്കെ അടിച്ച് എന്നിട്ടായിരുന്നു കേട്ടോ പോയിട്ടുണ്ടായിരുന്നത്. പിന്നെ അത് കഴിഞ്ഞതിന് ശേഷം ഈ ഒരു സ്വഭാവം ആർക്കെങ്കിലും ഉണ്ടെങ്കിൽ ഒന്ന് കമൻറ്റ് ചെയ്യട്ടെ. എൻ്റെ ഉമ്മാക്ക് എപ്പോഴും ഉള്ളൊരു സ്വഭാവമാണ് എവിടെയെങ്കിലും പോകുമ്പോൾ ഒരു കുപ്പി വെള്ളം എടുത്ത് കയ്യിൽ വെക്കൽ. പിന്നെ അതൊക്കെ കഴിഞ്ഞിട്ട് നട്ടുച്ചയ്ക്കാണ് നമ്മൾ പോയിട്ടുണ്ടായിരുന്നത് ഗൈസ്. അതുകൊണ്ട് തന്നെ പുറത്ത് നല്ല വെയിലുണ്ടായിരുന്നു. പക്ഷേ ഈ ക്ലൗഡ്സൊക്കെ കാണാൻ എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു. മേ ബി വെയിലിൻ്റെ ആയിരിക്കും. പിന്നെ നമ്മൾ അവിടെ എത്തിയിട്ടോ, ബിസ്മിയിലേക്കായിരുന്നു പോയിട്ടുണ്ടായിരുന്നത്. അപ്പോൾ സൺഡേ ആയതുകൊണ്ട് തന്നെ അത്യാവശ്യം നല്ല തിരക്കുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ പാർക്കിംഗ് ഏരിയയിലൊക്കെ കുറേ വണ്ടികളൊക്കെ ഉണ്ടായിരുന്നു. പിന്നെ നമ്മൾ ഇറങ്ങിയതും കണ്ട ഒരു ഐറ്റമാണ് ഈ സ്വീറ്റ് കോണിൻ്റേത്. അതിൽ കുറേ ഫ്ലേവേഴ്സ് ഉണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ പെപ്പർ മസാല എന്ന് പറഞ്ഞൊരു ഫ്ലേവറാണ് നമ്മളെടുത്തത്. ഇതെന്തായാലും അടിപൊളി ടേസ്റ്റായിരുന്നു കേട്ടോ. അപ്പോൾ അതിന് ശേഷം നമ്മൾ കയറിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഫസ്റ്റ് തന്നെ ഇവിടെ ഈ കുറേ ഓർഗനൈസേഴ്സിനും ഇങ്ങനത്തെ ഗ്ലാസ്സിനൊക്കെ നല്ല ഓഫർ ഉണ്ടായിരുന്നു. നമ്മൾ മെയിനായിട്ട് പോയത് കിച്ചണിലേക്കും വീട്ടിലേക്കൊക്കെ വേണ്ട കുറച്ച് ഐറ്റംസ് വാങ്ങിക്കാൻ വേണ്ടിയിട്ടായിരുന്നു കേട്ടോ. പിന്നെ അതൊക്കെ കഴിഞ്ഞിട്ട് നമ്മൾ പിന്നെയും താഴേക്ക് തന്നെ ഇറങ്ങിട്ടോ. അപ്പോൾ പിന്നെയും കണ്ടതാണ് ഈ ഓർഗനൈസേഴ്സിന് നല്ല ഓഫർ ഉണ്ടായിരുന്നു ബിസ്മിയിൽ. പിന്നെ അത് കഴിഞ്ഞിട്ട് ഈ ഒരു ഐറ്റം എൻ്റെ സിസ്റ്റർ വേണമെന്ന് പറഞ്ഞിട്ട് ഇങ്ങനെ നിൽക്കുന്നുണ്ടായിരുന്നു. പക്ഷേ അവൾക്കത് വാങ്ങിച്ചു കൊടുത്തില്ല ഗൈസ്. പിന്നെ നമ്മൾ മെയിനായിട്ട് പോയത് കുക്കറും കാര്യങ്ങളൊക്കെ നോക്കാൻ വേണ്ടിയിട്ടായിരുന്നു. അപ്പോൾ അതൊക്കെ നോക്കുമായിരുന്നു കേട്ടോ ഗൈസ്. അപ്പോൾ കുറേ വെറൈറ്റീസ് കുക്കറിൽ തന്നെ ഉണ്ട്. ആക്ച്വലി ഇത്രയും വെറൈറ്റീസ് ഉണ്ടെന്ന് തന്നെ ഞാൻ അറിയുന്നത് ഇപ്പോഴാണ് ഗൈസ്. കുറേ നല്ല മോഡൽസ് ഉണ്ടായിരുന്നു കേട്ടോ. പിന്നെ ഈ ഒരു മോഡൽ ഇപ്പോൾ ഞാൻ കാണിക്കുന്നത് അതെനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു ഗൈസ്. പക്ഷേ നമ്മൾ വേറൊരു മോഡലായിരുന്നു എടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ. പിന്നെ ഈ നോൺ സ്റ്റിക്കിൻ്റെ കുറേ പാന് നോക്കാൻ വേണ്ടിയിട്ട് പോയിട്ടുണ്ടായിരുന്നു. പക്ഷെ ഞാൻ പോയത് സെറാമിക്കിൻ്റെ നോക്കാനായിരുന്നു. അപ്പോൾ അത് കിട്ടിയില്ല കേട്ടോ. പിന്നെ ഈ നൈഫ് നോക്കിയിട്ടുണ്ടായിരുന്നു. ഇത് ആക്ച്വലി മൂർച്ചയില്ല, അതുകൊണ്ട് വേറെ ആയിരുന്നു എടുത്തത്. പിന്നെ നമ്മൾ നോക്കിയത് മെയിനായിട്ട് ഈ ഒരു ദോശ തവ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. പക്ഷെ അതിൻ്റെ സ്റ്റാർട്ടിങ് പ്രൈസ് തന്നെ 4000 ആയതുകൊണ്ട് അതവിടെ മാറ്റി വെച്ചു ഗൈസ്. പിന്നെ ഈ ഒരു കട്ടിംഗ് ബോർഡ് എടുത്തിട്ടുണ്ടായിരുന്നു. പിന്നെ വീട്ടിലേക്ക് വേണ്ട ആവശ്യമുള്ള കുറച്ച് സാധനങ്ങളൊക്കെ എടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ. പിന്നെ ഇപ്പം ഞാൻ ഈ തിരഞ്ഞ് നടക്കുന്നത് എന്താണെന്ന് വെച്ചാൽ വാനില എസൻസ് ആണ് ഗൈസ്. ഇത് എത്ര നോക്കിയിട്ട് ഇത് എവിടെ കൊണ്ട് വെച്ചേക്കുന്നതെന്ന് ഒരു ഐഡിയ ഇല്ല. പിന്നെ അതവിടെ വെച്ചിട്ട് നമുക്ക് പുഡിങ് ഉണ്ടാക്കാനൊക്കെ ആവശ്യമായിട്ടുള്ള കുറച്ച് സാധനങ്ങൾ എടുത്തു. ഈ കോൺഫ്ലോർ അതുപോലെ തന്നെ മിൽക്ക് മെയ്ഡ് അങ്ങനത്തെ സംഭവങ്ങളൊക്കെ നമ്മൾ എടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ. പിന്നെ മെയിനായിട്ട് പോയത് വെജിറ്റബിൾ സെക്ഷനിലേക്കാണ്. എൻ്റെ പപ്പാജി ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുന്നുണ്ടായിരുന്നു, എടീ നിനക്ക് വീഡിയോസ് എടുക്കാൻ വല്ലതും വേണമെങ്കിൽ പോയി എടുത്തോന്ന്. പക്ഷേ എനിക്ക് ഈ വെജിറ്റബിൾസിൻ്റെ പണി അധികം അങ്ങോട്ടില്ലാത്തതുകൊണ്ട് അവിടെ വെച്ചു. പിന്നെ ഈ ഒരു വെജിറ്റബിൾ എനിക്ക് ഇഷ്ടപ്പെട്ടു കേട്ടോ. അതിൻ്റെ പേര് ആർക്കെങ്കിലും അറിയണമെങ്കിൽ ഒന്ന് കമൻറ്റ് ചെയ്തോളൂ. പിന്നെ അവസാനം ഈ വെനല എസൻസ് കിട്ടി ഗൈസ്. പിന്നെ അതൊക്കെ കഴിഞ്ഞ് ബില്ലൊക്കെ ചെയ്ത് നമ്മൾ പാക്ക് ചെയ്ത് ഇറങ്ങിട്ടോ. പിന്നെ ഈ സംഭവങ്ങളൊക്കെ നമ്മൾ വണ്ടിയിലൊക്കെ എടുത്ത് വെച്ചിട്ട് പിന്നെ നമ്മൾ ഇറങ്ങിയിട്ടുണ്ടായിരുന്നു. ആക്ച്വലി നമ്മൾ ഈവനിങ് ആയിട്ടോ എല്ലാം കഴിഞ്ഞ് ഇറങ്ങുമ്പോൾ തന്നെ. അപ്പോൾ ഞാൻ പോകുന്ന വഴിക്ക് പച്ചലൈസ് എനിക്ക് ഭയങ്കര ഇഷ്ടമായിരുന്നു ഗൈസ്. അപ്പോൾ ഞാൻ അതും കൂടെ എടുത്ത് കഴിച്ചിട്ടുണ്ടായിരുന്നു. പിന്നെ അതൊക്കെ കഴിഞ്ഞ് നമ്മൾ വീട്ടിലേക്ക് പോകാൻ നിന്നപ്പോഴത്തേനും നൈറ്റായി. അപ്പോൾ ഈ ഫ്യൂഷൻ ഹട്ട് എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ഷോപ്പിൽ നിന്ന് നമ്മൾ ഫുഡ് കഴിച്ചിട്ട് പോകാമെന്ന് വിചാരിച്ചു. അപ്പോൾ ഫസ്റ്റ് തന്നെ ആസ് യൂഷ്വൽ പാനിപ്പൂരി അത് മസ്റ്റാണ് എനിക്ക് എവിടെ പോയാലും. അത് കഴിച്ച് എന്തായാലും സംഭവം അടിപൊളിയായിരുന്നു കേട്ടോ ഗൈസ്. പിന്നെ വിത്തിൻ സെക്കൻഡ്സിൽ തന്നെ ഈ ഒരു പാനിപ്പൂരിയുടെ പ്ലേറ്റ് തീർന്നിട്ടുണ്ടായിരുന്നു ഗൈസ്. പിന്നെ ഈ ഇടയായിട്ട് എനിക്ക് ഈ ലൈമിൽ ആരോ കൈവശം തന്നിട്ടുണ്ടെന്ന് തോന്നുന്നു. എവിടെ പോയാലും എനിക്ക് ലൈം വേണം. പിന്നെ അത് കഴിഞ്ഞിട്ട് എൻ്റെ സിസ്റ്റർ വാങ്ങിച്ചിട്ടുണ്ടായിരുന്നത് ഈ ഒരു പൈനാപ്പിൾ ജ്യൂസായിരുന്നു. അപ്പോൾ അവളെടുത്തുനിന്ന് അതും തട്ടിപ്പിടിച്ച് കുടിച്ചു ഗൈസ്. പിന്നെ നമ്മൾ നെക്സ്റ്റ് ആയിട്ട് ഓർഡർ ചെയ്തിട്ടുണ്ടായിരുന്നത് ഈ ഒരു എഗ് നൂഡിൽസ് ആയിരുന്നു. ഇത് ഒരു ആവറേജ് ടേസ്റ്റ് ആയിരുന്നു, വലിയ കുഴപ്പമില്ല, അങ്ങനത്തെ ഒരു ഇതായിരുന്നു. പിന്നെ നമ്മൾ വീട്ടിലൊക്കെ എത്തി നമ്മൾ വാങ്ങിച്ച സാധനങ്ങളൊന്ന് അൺബോക്സിങ്ങും കൂടെ ചെയ്യാമെന്ന് വിചാരിച്ചു. അപ്പം ആസ് യൂഷ്വൽ നമ്മൾ വാങ്ങിച്ച ഈ ഒരു കുക്കർ അത് ഫസ്റ്റ് അൺബോക്സിങ് ചെയ്യണം. കാരണം എന്താണെന്ന് വെച്ചാൽ ഇതിവിടെ തുറന്നിട്ട് വേണം എൻ്റെ ഉമ്മാക്ക് ഇവിടെ കറി വെക്കാനായിട്ട്. അപ്പോൾ ഞാൻ ഫസ്റ്റ് പെട്ടെന്ന് തന്നെ ഇത് തുറക്കുകയാണ് കേട്ടോ. പിന്നെ ഇമ്പെക്സിൻ്റെ ആയിരുന്നു വാങ്ങിച്ചത്. അത്യാവശ്യം നല്ല ക്വാളിറ്റി ഉള്ളൊരു കുക്കർ തന്നെയായിരുന്നു കേട്ടോ. അപ്പോൾ അലുമിനിയത്തിൻ്റെ ആണ് തോന്നുന്നു ഐ തിങ്ക്. ഇത് എന്തായാലും അത്യാവശ്യം നല്ല കുക്കറാണ് ഗൈസ്. വാറൻറ്റി ഒക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ അതുകൊണ്ടായിരുന്നു മെയിനായിട്ട് ഈ കുക്കർ എടുത്തിട്ടാ. പിന്നെ അതൊക്കെ കഴിഞ്ഞിട്ട് നമ്മൾ അടുത്ത ഒരു സാധനം, ആക്ച്വലി ഇതിന് മുൻപ് നമ്മളൊരു കുക്കർ വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു. അത് സ്റ്റീലിൻ്റെ ആയിരുന്നു. അത് ഫുൾ പോയി ഗൈസ്. അപ്പോൾ നമ്മൾ അതവിടെ വെച്ചിട്ട് വേറെ സംഭവം കാണിക്കാമെന്ന് വിചാരിച്ചു. പിന്നെ അതിനുശേഷം വാങ്ങിച്ച ഐറ്റമാണ് ഈ ഒരു ദോശ തവ. ആക്ച്വലി ഇതൊരു മീൻസ് ഇരുമ്പിൻ്റെ ഒരു ദോശത്തവയാണ് കേട്ടോ. അപ്പോൾ നോൺ സ്റ്റിക്കിൻ്റെ എന്താ വാങ്ങിക്കാത്തതെന്ന് വെച്ചാൽ നമ്മൾ നോൺ സ്റ്റിക്ക് വാങ്ങിച്ച് മതിയായി ഗൈസ്. അത് കുറേ കാലമൊന്നും നിൽക്കണില്ലല്ലോ. അപ്പോൾ എൻ്റെ ഉമ്മക്ക് കുറേ കാലം നിൽക്കുന്ന ഐറ്റമാണ് വാങ്ങിക്കാമെന്ന് വിചാരിച്ച് അങ്ങനെ ഇത് വാങ്ങിച്ചിട്ടോ.
ഇത് നല്ല വെയിറ്റുള്ളൊരു തവയായതുകൊണ്ട് തന്നെ കുറേ കിട്ടുന്നുണ്ടായിരുന്നില്ല ഗൈസ്. പിന്നെ അതുമായിട്ട് കുറേ ഒരു മൽപ്പിടുത്തം കഴിഞ്ഞിട്ടാണ് ഞാനിപ്പോൾ ഇത് ഒന്ന് ഓപ്പൺ ചെയ്തത്. ഒരു ബബിൾ റാപ്പിലായിരുന്നു കവർ ചെയ്തിട്ടുണ്ടായിരുന്നത് കേട്ടോ. എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് ഈ ബബിൾ റാപ്പ് ഇങ്ങനെ പൊട്ടിച്ച് കളിക്കാൻ വേണ്ടിയിട്ട്. പിന്നെ അതിൻ്റെ കൂടെ ഒരു പിടി കൂടെ കിട്ടിയിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ അത് ഇങ്ങനെ ഇടാൻ നോക്കിയിട്ട് എനിക്ക് കിട്ടുന്നുണ്ടായില്ല ഗൈസ്. എന്നിട്ട് ഞാൻ ക്യാമറ ഓഫ് ചെയ്തിട്ട് വാപ്പ ഇട്ടാകുന്ന സാധനം ഷോ ഇറക്കുന്നതാണ് ഇപ്പോൾ കാണുന്നത്. അപ്പോൾ എന്തായാലും ഇത് അടിപൊളി ഐറ്റമാണ് കേട്ടോ. പിന്നെ അത് കഴിഞ്ഞിട്ട് ഇതിൻ്റെ കൂടെ കിട്ടിയ ബബിൾ റാപ്പ് ഞാൻ പൊട്ടിച്ച് കളിക്കായിരുന്നു ഗൈസ്. എനിക്ക് ഇഷ്ടമാണ്. പിന്നെ എൻ്റെ ഉമ്മ വാങ്ങിച്ച കുറച്ച് ഐറ്റംസാണ്, കുറേ പാത്രങ്ങളൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ. അല്ലെങ്കിൽ ഈ ഉമ്മമാർ ഈ ഒരു സെക്ഷനിലേക്ക് വിട്ടാൽ ഇതാണല്ലോ അവസ്ഥ. കുറേ പാത്രങ്ങൾ ഇങ്ങനെ വാങ്ങിച്ച് കൂട്ടിയിട്ടുണ്ടാവും. പിന്നെ അത് കഴിഞ്ഞിട്ട് എനിക്ക് ആവശ്യമുള്ള കുറച്ച് സാധനങ്ങൾ ഇങ്ങനെ കോൺഫ്ലോർ അങ്ങനത്തെ സംഭവങ്ങളൊക്കെ ഞാൻ എടുത്തിട്ടുണ്ടായിരുന്നു. ഇത് ഓഫറിൽ കിട്ടിയതാണ് കേട്ടോ. പിന്നെ ഇങ്ങനത്തെ കുറേ പാത്രങ്ങൾ ഞാൻ പറഞ്ഞില്ലായിരുന്നോ. പിന്നെ വാനില എസൻസ്, ചോക്ലേറ്റ്സ്. അപ്പോൾ ഇത്രയൊക്കെ തന്നെയുള്ള ഇന്നത്തെ വീഡിയോ. ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഒരു ലൈക്കൊക്കെ ചെയ്തോളി.